സെക്രട്ടേറിയറ്റിന്റെ നടയിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന്റെ തുമ്പിലിരുന്ന് സമരം ചെയ്തപ്പോഴും ഞങ്ങളെ കേന്ദ്രം കൈവിട്ടില്ല. ഇപ്പൊ 3 മാസത്തോളം കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടിയിട്ട് പോലും അതുപോലും അവരെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു സൂചന മാത്രമാണ്. തുടർന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വളരെ വലിയ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 193-ാം ദിവസം പിന്നിടുകയാണ്. കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു എങ്കിലും അത് സംസ്ഥാന സർക്കാരാണ് ഇനി ആശമാർക്ക് കൊടുക്കേണ്ടത്. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. എന്തായാലും കേന്ദ്രം ആനുകൂല്യം വർദ്ധിപ്പിച്ചു എങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് നിലവിലിപ്പോൾ ആശമാർ വീണ്ടും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ആശമാർ NHM ഓഫീസിലേക്ക് മാർച്ചുമായി പോവുകയാണ്. നിലവിലിപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിക്കേണ്ട ഇൻസെന്റീവ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത ഒരു നിലപാട് ആശമാർക്കെതിരെ നിരന്തരം നീട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങള് ആശാ വർക്കേഴ്സുമാര് സമരം തുടങ്ങിയിട്ട് 193 ദിവസം കഴിഞ്ഞു. രാപ്പകൽ സമരമാണ്. അന്ന് മുതലേ രാപ്പകൽ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴ് ആ സർക്കാർ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാരിനോടല്ല സമരം ചെയ്യാനുള്ളത്, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യാനുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങള് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ, അതായത് സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന്റെ തുമ്പിലിരുന്ന് സമരം ചെയ്തപ്പോഴും ഞങ്ങളെ കേന്ദ്രം കൈവിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും മറ്റ് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളും ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് അവരെ കൊണ്ട് ഇപ്പോഴും കഴിയുന്ന രീതിയിലുള്ള ഒരു വേതനം, അത് എല്ലാ ജില്ലകളും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലിരുന്ന് സമരം ചെയ്തപ്പോഴും ഞങ്ങൾക്ക് ഇവിടെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ ആശമാർക്ക് മാത്രമല്ല കിട്ടിയത്, അത് സംസ്ഥാനം ഒട്ടാകെ, അതായത് ഇന്ത്യയിലൊട്ടാകെ ഉള്ള ആശാ വർക്കേഴ്സുമാർക്ക് അതത് ജില്ലാ ഭരണകൂടം അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും അതനുസരിച്ച് ആശാമാർക്ക് വേതനം കൂട്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയപ്പോഴും നമ്മളെ കേരള സർക്കാർ മാത്രം അത് നടപ്പിലാക്കിയില്ല. കാരണം 40% സംസ്ഥാന സർക്കാരും കേന്ദ്ര 60% എന്നുള്ള വ്യവസ്ഥയിലാണ് ഈ ആശാ വർക്കർമാരുടെ വേതനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആ കേന്ദ്രം കൂട്ടി 1500 രൂപ ഇൻസെന്റീവ് കൂട്ടി തന്നു. പിന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ, ഇൻസെന്റീവിൽ കുറെ മാനദണ്ഡങ്ങളും മാറ്റി നമുക്ക് കാശ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ ഇതുവരെയും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായില്ല. ഇപ്പൊ 3 മാസത്തോളം കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടിയിട്ട് പോലും അതുപോലും അവരെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടില്ല. കൂടാതെ തന്നെ അന്ന് ഇപ്പൊ നമുക്ക് അതിന്റെ പേപ്പറുകൾ കിട്ടിയപ്പോഴാണ് കേന്ദ്രം നേരത്തെ തന്നെ വിരമിക്കുന്ന ആശമാർക്ക് 20,000 രൂപ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിയുന്നത്. ഇപ്പൊ കുറെ കാര്യങ്ങൾ ആശമാരുടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് തന്നെ കേന്ദ്രത്തിന്റെ പേപ്പർ കിട്ടിയപ്പോഴാണ്. അപ്പൊ അതൊന്നും സംസ്ഥാന സർക്കാർ ഇതുവരെയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴ് അത് കേന്ദ്രം 50,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് പല ആശമാരും രോഗം മൂലം മരണപ്പെട്ടിട്ടുണ്ട്, വിരമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരാളിന് പോലും ഈ 20,000 രൂപ ആനുകൂല്യം കിട്ടിയിട്ടേ ഇല്ല. അത് സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് അങ്ങനെ മാറിപ്പോയ ആശമാർക്ക് നടപ്പിലാക്കി കൊടുക്കുക, 20,000 രൂപ ആനുകൂല്യം കൊടുക്കുക. ഇപ്പോഴും നിലവിൽ ഇനിയുള്ള 50,000 രൂപ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞങ്ങൾക്ക് അനുവദിച്ച ഓണറേറിയം ഇൻസെന്റീവ് കൃത്യമായിട്ടും ഞങ്ങൾക്ക് കൂട്ടിത്തരികയും ചെയ്യുക. അല്ലെങ്കിൽ ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭരണം അറിയാലോ, ഇത്രയും ദിവസം ഞങ്ങള് ഓരോ നിത്യ ചെലവുകൾക്ക് വെളിച്ചെണ്ണയുടെ വില എത്രയായി? 500 രൂപയായി. തേങ്ങയുടെ വില 100 രൂപയായി. ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും ഞങ്ങളെ അവഗണിക്കാനാണ് പ്ലാനെങ്കിൽ ഇന്ന് തന്നെ അറിയാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റിൽ വരുന്ന വിവിധങ്ങളായ സമരങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റ് നിറച്ചും സമരങ്ങളുടെ പൂമഴയാണ് ഇനി അങ്ങോട്ട് നടന്നത്. അത്രയ്ക്കും സമരങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ജനങ്ങളെ സർക്കാരിനെ അത്രത്തോളം വെറുത്തത് കൊണ്ടാണ് പല മേഖലയിലെ അടിസ്ഥാന തൊഴിലാളികൾ ഈ സമരരംഗത്തോട്ട് വരുന്നത്. ഈ ഞങ്ങൾ അടിസ്ഥാന തൊഴിലാളികളായ ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ എപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട്, അതായത് സ്കൂൾ പാചക തൊഴിലാളികൾ, ഇവർക്കൊന്നും ഇന്നും യാതൊരു ആനുകൂല്യങ്ങളും സംസ്ഥാന സർക്കാർ തന്നിട്ടില്ല. അവർ തരേണ്ട രീതിയിലുള്ള
രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രം അനുവദിച്ചാൽ പോലും ഞങ്ങളെ അറിയിക്കാത്ത രീതിയിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്ന് NHM ഓഫീസിൽ ഉപരോധം നടത്തുന്നുണ്ട്. ഇതൊരു സൂചന മാത്രമാണ്. തുടർന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വളരെ വലിയ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ട് 3 മാസം പിന്നിടുകയാണ്. എന്നിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ യാതൊരു കുലുക്കവുമില്ലാതെ അവർ വർദ്ധിപ്പിക്കേണ്ട ഓണറേറിയം ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ വർദ്ധിപ്പിക്കുകയോ അതുകൂടാതെ കേന്ദ്രം അനുവദിച്ച ആനുകൂല്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നിലവിലിപ്പോൾ വിവിധ ജില്ലകളിലുള്ള ആശാ വർക്കർമാർ NHM ഓഫീസിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രയാസമാണ് നിലവിലിപ്പോൾ ആശമാർ അനുഭവിക്കുന്നത്. കാരണം കേന്ദ്രം ഇൻസെന്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുവെങ്കിലും അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല. ഉടനടി നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു തീരുമാനം നടപ്പിലാക്കാനുള്ള, ഈ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനവും നിയമ നടപടികളും സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആശമാർ ആവശ്യപ്പെടുന്നത്. നിലവിലിപ്പോൾ നിരവധി ആശമാരാണ് വീണ്ടും വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഉടനടി ഈ ഒരു ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.